കേശു. മക്കളെ എന്തുണ്ട് വിശേഷം? ഓ, നിനക്ക് എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, സന്തോഷം. മക്കളെ യാത്രയൊക്കെ സുഖമായിരുന്നടാ? ഓ, നീ വഴി മറന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ മറക്കും മാമി. വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പെട്ടുപോയ വഴിയല്ലേ മാമി. എന്താടി നീ വിളിച്ചു പറയാതെ വന്നേ? ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സർപ്രൈസ് തന്ന് ഒരുത്തനങ്ങ് ഗൾഫിൽ പോയി. ഇതിന്റെ ഇടയിൽ നിന്ന് അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എല്ലാരും കൂടി സർപ്രൈസ് തന്ന് ഞങ്ങളെ അങ്ങ് ഒറ്റയ്ക്കാക്കിയല്ലോ. അമ്മേ എന്തോന്നമ്മ, ഞങ്ങൾ വല്ലപ്പോഴും കൂടി വരണതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. അമ്മൂമ്മ അറിയാണ്ട്. താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? ഞാനും വരാ. അതെ, അപ്പൂപ്പനെ ഒന്ന് സർപ്രൈസ് കൊടുത്തിട്ട് ഇപ്പൊ വരാം. എളുപ്പം വരണം, വല്ലതും കഴിക്കേണ്ടതല്ലേ? അത് വരാം, പെട്ടെന്ന് വരാം. ഭയങ്കര വിശപ്പ്. നീയും പിള്ളേരും വരുന്നവരെന്താ വിളിച്ച് പറയാതിരുന്നേ? വാ, അടുക്കളയിലേക്ക് വാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ? പിള്ളേര് തൊടിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. മോളെ വിളിച്ചോണ്ട് പോയി. എന്നാ ഇവിടെ ഒരുത്തൻ നീക്കും പുള്ളി കളഞ്ഞിട്ട് പോവാ. മാമി, മാമി, എല്ലാരും ഉണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ എന്താ മക്കളെ? അവര് വീടിനകത്ത് കയറി. പിടിച്ചോ പിടിച്ചോ, കളയരുത് കേട്ടോ. ആ, മക്കൾ പോലെ കഴിച്ചായിരുന്നോ? ഇല്ല പൂപ്പ, നല്ല വിശപ്പുണ്ട്. അയ്യോ, സൂക്ഷിച്ച് വീടരുത്, വീടരുത്, വീടരുത്. നടക്കടാ നടക്കടാ, പതുക്കെ പതുക്കെ. വീടല്ലേ? അച്ഛാ, ഇന്ന് രാവിലെ കൂടെ നിങ്ങളുടെ കാര്യം ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. പക്ഷെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇല്ല, നമുക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേർ ഭയങ്കര നിർബന്ധം, അതുകൊണ്ട് വന്നു. അപ്പോ പിള്ളേര് നിർബന്ധിച്ചാലേ നിങ്ങൾ വരൂ. അത് അങ്ങനെയൊന്നുമില്ല മാമ. ശ്രീകുട്ടൻ തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിരുന്നു മാമ. എനിക്കൊരു കാര്യം പറയാനുണ്ടേ. എന്താടാ? ശ്രീകുട്ടൻ എന്നെ വിളിക്കാറൊന്നുമില്ല. എനിക്കതിൽ വിഷമമൊക്കെ ഉണ്ട് മാമ. കൊച്ചിലെ പോലെ ഞാൻ കൈ പിടിച്ചോണ്ട് വളർത്തിയ ചെറുക്കല്ല മാമ. പിന്നെന്ത് വിളിക്കാത്തത്? അച്ഛാ ശരിയാ ബാലു പറഞ്ഞു, കുട്ടി വിളിക്കാറേ ഇല്ല ബാലുവിനെ. പക്ഷെ എന്നെ വല്ലപ്പോഴും വിളിച്ചാ ബാലുവിനെ കുറിച്ച് ചുമ്മാ 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 വെറുതെ പറയല്ലേ. സത്യേടോ അതെ. എടാ, അവൻ ഇവിടെ വിളിക്കുമ്പോഴും നിന്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നത്. എടാ, അവൻ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിന്നോട് വലിയ സ്നേഹമാണ് അവന്. അതറിയാം മാമ. പക്ഷെ വിളിക്കാത്തത് തങ്ങളെ വന്നുപോയി. നമ്മളോട് ഇപ്പം പടാലും കൃഷിയൊന്നുമില്ല. ഓ, ഇപ്പൊ കുറച്ചേ ഉള്ളൂ മോനെ, അങ്ങ് കിഴക്കേ അറ്റത്ത്. അയ്യോ, കുറച്ച് കൃഷി ചെയ്താൽ പോരാ, കുറച്ച് അധികം ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന്റെ പേര് അന്യം നിന്ന് പോകും. തലമുറ തലമുറയായിട്ട് പടവലം കൃഷി ചെയ്തോണ്ടേയിരിക്കണം. ഒന്ന് പോടാ അവിടുന്ന്. പാടാ പടവലം കാശു. ഈ പയർ എത്ര വർഷമായി മാമ നട്ടിട്ട്? എത്ര വർഷമോ? പയർ വന്നിട്ട് എത്ര വർഷമായി? മാമന് ഇതൊരു ശീലമല്ലേ? ഏത് മുറുക്കാനെ? അങ്ങനെ നിർബന്ധമൊന്നുമില്ലടാ. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തോന്ന്? പിന്നെ കിട്ടിയാ വല്ലപ്പോഴും ചവയ്ക്കും. വേണമെങ്കിൽ എടുത്ത് മുറുക്കടാ. നല്ല പറ്റ തന്നെ. ഇത് കൊള്ളൂല, ഇത് തളിരി പറ്റില്ല വേണം. തിരുമല കടുക്കും, എന്റെ പൊടപടാന്ന് പൊടിയണ്ട. അതുപോലെ തന്നെ ഈ ചുണ്ണാമ്പില്ലേ, തേക്കുമ്പോൾ വെണ്ണ പോലെ ഇരിക്കണം. കണ്ട, ഇങ്ങനെ പോണം. ഇതങ്ങനെയല്ല, ഇത് പിടിക്കും. മാമ പാക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അത് ചാവച്ച് നോക്കും പറയാവടാ. കഴിക്കല്ലേ? നീ കഴിക്കും. നമുക്കാ മാമ
നോക്കേ പോയിലെടുത്തോട്ടോ അങ്ങനെ കഴിക്കൂല നീല് കൊണ്ടാ വഴക്ക് പറയും പെണ്ണുങ്ങൾ പറയും പോലല്ലേ കേൾക്കാം കുറച്ചെടുക്കാവുള്ളൂ കുറച്ച് തന്നെ എടുത്താ കൂടുതലെടുക്കൂല തലയിൽ കയറി പിടിക്കോളെ മാമ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷം നമുക്ക് കെങ്കേമമായിട്ട് നമുക്ക് നടത്തണം പൈസയെ പറ്റിയൊന്നും ചിന്തിക്കണ്ട അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് അമ്മാണ്ടിക്കണ്ട എല്ലാം ഞാൻ കേട്ടോളാം. കഴിഞ്ഞ വർഷം നീ ഉത്സവത്തിന് തന്നത് എനിക്ക് നല്ല ഓർമ്മ. നീ കുടുംബക്കാരെയൊക്കെ വിളിച്ച് കമ്മിറ്റിയും കൂടി അങ്ങ് പിരിഞ്ഞു. പിന്നെ ഒറ്റ ഒരുത്തൻ ഈ വഴി അതിന് വഴിയുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ ദേവപ്രശ്നം വെച്ചാലേ ഈ ഓടിയന്മാരൊക്കെ പറന്നു വരും. എന്നിട്ട് ദേവിയുടെ ചേട്ട നടയിൽ സാഷ്ടാംഗം നമസ്കരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും മാമൻ. മാമൻ പറ മാമൻ പറ. എടാ നീ അല്ലേ പറയാൻ തുടങ്ങിയ നീ തന്നെ അങ്ങ് പറ. മാമൻ തുപ്പിട്ട് വാ. എനിക്ക് തുപ്പൊന്നും വേണ്ട. ചവച്ചിറക്കൂ. എടാ നീ വേണ്ട ഇറങ്ങിയോടാ. ശ്രീകുട്ടം വിളിക്കാറുണ്ടാ? കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചിരുന്നു. സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്രദ്ധ കാണാൻ വിളിച്ച് ചോദിക്കണം. വല്ലപ്പോഴേക്ക് വിളിക്കാറുണ്ടാ മാമൻ? എടാ അവളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ? ഭയങ്കര പ്രശ്നമാണ് അവിടെ ഗൾഫിൽ. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു അയക്കണ്. 8 മുട്ടും അവിടെ പൊട്ടനാണ്. അല്ല ചെറുക്കലാണ്. മാമൻ പറഞ്ഞൊന്നു റെഡിയാക്കി എടുക്കണം കേട്ടോ. കിടക്കുന്നു പാടിയപ്പോ. എടാ അവൻ എവിടെ പോയാലും ജീവിക്കും. നിങ്ങളെ മോനല്ലേ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അവൻ ഒരു മടിയില്ല. അയ്യോ എനിക്കതാണ് പേടി. ഭയങ്കര ആത്മാർത്ഥയാണ്. എന്നിട്ട് പറമ്പ് കളയ്ക്കാൻ പറയും. കിളച്ച് അറബിയുടെ വീടിനകത്ത് കയറി കിളച്ചാൽ അല്ല പിന്നെ മാമൻ്റെ മോനാണ് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വലിഞ്ഞളയും. മോക്ക് ഇതേ സ്വഭാവം തന്നെ. ആഹാ ഇതെന്ന് എഴുതി തരണത് എല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് വെച്ചാ ഇരി അവിടെ. രാജാവല്ലേ ഇളഞ്ഞ് കാലുമേ കാല് വിട്ടു. എല്ലാ തടി. ഞങ്ങളുടെ ഇപ്പൊ വന്നേ ഉള്ളൂ. കുറച്ചേരായി. എന്തുണ്ട് വിശേഷം പിന്നെ അവിടെ? ശ്രീകുട്ട അവിടെ ഭയങ്കര ചൂടാണോ? ആണോ? പൊടി കിടന്നു ഇവിടെ പറഞ്ഞാടാ. പിന്നില്ലേ ഇവിടെ മഴയൊന്നും ഇല്ലടാ. കഴിഞ്ഞ വർഷം ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഓണത്തിന് നല്ല മഴ ഉണ്ടാവുമായിരിക്കും. പിന്നെ അവിടെ ഒന്നും മാറിയില്ല ചൂ. പിന്നില്ല അവിടെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശരി ആടാ. ഓക്കെ വൈകിട്ട് വിളിക്കണേ. അമ്മ എന്താ എനിക്ക് ഫോൺ തരാഞ്ഞേ? മനസ്സില്ല തരാൻ. ആര് അവനെ വിളിച്ചേ? ഞാൻ അവൻ്റെ കാര്യത്തെ പറ്റി അവിടെ മാമനടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ചൊറ്റ പോക്ക്. എന്താണാവോ സംസാരിക്കാൻ തുടങ്ങിയത്? അല്ല അവരുടെ ഉദ്ദേശം എന്തോന്നു? അവൻ ഒറ്റയ്ക്ക് മരുഭൂമി പറഞ്ഞു വെച്ചിട്ട് അവരെവിടെ കിടന്ന് പിക്നിക് കളിക്കണം അല്ലേ? എന്താ ഉദ്ദേശം എന്താ അവരെ? എന്ത് അല്ല അവരുടെ ഉദ്ദേശം എന്താ നോക്കണ്ടേ? അവന് പെണ്ണൊന്നും കിട്ടണ്ടേ? എടി അവരെ അവസാന കാലത്ത് അന്ത്യത്തിരി കത്തിക്കാനെങ്കിൽ അവർ എത്തുമടിയോ? എന്ത് വൃത്തിയുടെ പാല് പറയണേ? അവസാന കാലത്ത് ക്ഷേത്രത്തിൽ ഒരു അങ്ങനെയല്ലല്ലോ പറഞ്ഞിപ്പോ. പിന്നെ എങ്ങനെ പറഞ്ഞത്? അമ്മേ ഇത് വേറൊന്നുമല്ല. അച്ഛൻ ഇവിടെ കുട്ടുമാവില്ലാത്തതിന് സങ്കടം. കുട്ടുമാവിനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഓടി ഇടുന്ന അടി ഉണ്ടാക്കാറുന്നല്ല പുഴക്കടവിലും പറമ്പിലൊക്കെ ആയിട്ട് അല്ലേ? പിന്നെ അടി അവൻ്റെ അടുത്ത് ആര് സംസാരിക്കണടി? അവ ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറ്റാമിൻ്റെ അടുത്ത് അവനുണ്ടായിരുന്നു പണ്ടേ പറഞ്ഞു വിട്ടാൻ അങ്ങോട്ട്. എന്താ ഇവിടെ ആദ്യമായിട്ട് കാലൂത്ത് ഞാനാണ്. എൻ്റെ അച്ഛൻ കുട്ടമ്പിള്ള എൻ്റെ അച്ഛൻ കുട്ടമ്പിള്ള കഴിഞ്ഞ അധികാരം എനിക്കാണ്. അത് മനസ്സിലാക്കുന്നത്. അമ്മൂമ്മ ഇതൊന്നും കേൾക്കണ്ടോ? അവര് കേക്കട്ടെടി. അവര് കേക്കട്ടെ. കേട്ടാ എനിക്കെന്താ? അവര് കേൾക്കാൻ കിടക്കണേ ഉള്ളൂ. ഞാൻ നമ്മളെ വീട്ടിൽ വരുമ്പോൾ എന്നെ പറയുകയാണെന്ന് അവർ കല്യം ചെയ്യുമല്ലേ. ഇന്ന് അവർ എന്റെ വായിരിക്കണം കേൾക്കാൻ ഞാൻ കരുതി കൂട്ടി തന്നെയാണ് വന്നത്. എന്താടാ എന്നെ കുറിച്ച് പറയുന്നേ? അതെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ അമ്മായി ഓടിച്ചാടി നടക്കുമല്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പം അമ്മായിക്ക് ഒട്ടും വയ്യ. ഭയങ്കര ക്ഷീണം. കണ്ടീഷനൊക്കെ മോശമായിട്ട് പറയണം. അമ്മായി വീട്ടിൽ വന്ന് 2 ദിവസം നിന്നില്ലേ അമ്മായിക്ക് അവിടെ പറ്റും. അമ്മായിക്ക് എവിടെ നിന്നാലും പറ്റില്ല തന്നെയാ. ശ്രീക്കുട്ട ഇവിടെ ഇല്ലാത്തതാണ് ആകെ പ്രശ്നം. കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ എത്തും. എന്തിന്? എന്റെ പൊന്നമ്മായി ഈ പച്ചപ്പിൽ വെട്ടി കിളച്ച് കിടന്നവനെ അവിടെ പിടിക്കൂല.
അതുപോലെ തന്നെ അവിടെ ഭയങ്കര ഉഷ്ണക്കാറ്റുണ്ട്. എത്രയോ കിലോമീറ്ററിലാണ് ഇങ്ങനെ കാറ്റടിക്കണം. നമ്മളെ ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ പൊള്ളും, പപ്പടം പോലെ ആയിപ്പോവും. പിടിച്ചിരിക്കാൻ പറ്റൂല. അമ്മായി നോക്കി, അടുത്ത മാസം താവ ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണതാണ്. നോക്കിയോ, അവൻ അങ്ങനെയൊന്നും ഓടിച്ചാടി പോരില്ല. ഓടിപ്പടച്ച് പെട്ടെന്ന് ഇനി വരാതിരുന്ന അവന് കൊള്ളാം. ഇല്ലു വെള്ളം ചൂടാക്കും. അമ്മായി കുഴമ്പല്ലോ ഉണ്ട്, അകത്തുണ്ട്. ദേഹം ഭയങ്കര വേദന. അവിടെ ആണെങ്കിൽ ഒരുപാട് ജോലിയല്ലേ, ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാലു, ഓ ഇതാ എടി അവന്റെ ഓരോ വാക്കിലും മുള്ളും മുനയുണ്ടല്ലോ. അമ്മ ഒട്ടും മോശമൊന്നുമല്ല. നീ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ ആക്കിയത്. ആ ഇങ്ങനെയെങ്കിലും ആക്കാൻ ഞാൻ പെട്ട പാടില്ല, എനിക്ക് അറിയാൻ പാടില്ല. വിഷ്ണു, ഡാ, എടാ, എന്താ അമ്മമ്മ? എന്തോന്നാ നീ തൂണെ പിടിച്ച് കാണിക്കുന്നേ? എല്ലാവരും പൊളിച്ച് താഴെ ഇടുവോ? ഒന്ന് പോവാ അമ്മമ്മ, നമ്മുടെ തറവാടല്ല, അത്ര പെട്ടെന്ന് പൊളിയോ? പൊളിച്ചാലും പൈസ കിട്ടും. പഴയ ഉരുപ്പടിയല്ലേ, നല്ല കാതലാണ്. വട്ടവാളിന് അറുത്ത് കഴിഞ്ഞാൽ ഒരു 2 നില വീടിനുള്ള കട്ടളൊക്കെ കിട്ടും. ആഹാ, അല്ല ബാല, ഇത് നിർത്തി ഉറപ്പിക്കണോ അതോ പൊളിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി ഉറപ്പിക്കണോ? ഇത് മാമന്റെ ഇഷ്ടം പോലെ. അല്ല വേണ്ട, നിന്റെ ഇഷ്ടം പോലെ. എന്റെ മാമ, ഞാൻ വെറുതെ പറഞ്ഞത്. ഇപ്പൊ ശ്രീകുട്ട ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ 2 നില വീട് വെച്ച് എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. അപ്പുറത്തെ പറമ്പിലെ നമ്മളെ അവിടെ അപ്പുറത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ, എവിടെ 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 ആങ്കിൽ അവിടെ വേണ്ടെങ്കിൽ വേണ്ട. ചാനലിന്റെ കരയിൽ തരാന്ന് പറഞ്ഞൊരു 80 സെന്റ് ഉണ്ടല്ലോ, അവിടെ ഒത്ത നടുക്ക് ഇത് റീസെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? എടാ എങ്ങനെ ഇരിക്കടാ? അപ്പൊ ഇത് പൊളിച്ചിട്ട് അച്ഛൻ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്ക്. ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലല്ലോ. അച്ഛനാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ വസ്തു കൊടുക്കാത്തോണ്ട് എടാ വസ്തുവിന്റെ പേരിൽ ഞാനും നിന്റെ അമ്മയായിട്ട് ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് പറയും, ഹലോ നമുക്ക് ആ വസ്തു വാങ്ങിയെടുക്കണം, പിള്ളേരൊക്കെ വളരെയാണ്. അപ്പൊ ഞാൻ പറയും വേണ്ട, മാമനും മാമിക്കും അറിഞ്ഞു തരണം എപ്പോഴും തോന്നുന്നു അപ്പൊ തന്നാ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലടാ? സത്യം. അല്ല മാമ, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതല്ലേ. മാമ പോലും അറിയില്ല, ഒരു സൈഡിൽ നിന്ന് ചിലർ ഇങ്ങനെ കയറും. എൻ്റെ ബാല, ചിതലരിച്ച് നാനാവിധമായാലും ഞാൻ ഇതിൽ തൊടൂല്ല. ആക്കും ഉപയോഗപ്പെടരുത്. അല്ല മാമ, ഇത് തുടരുന്നതിന് മുമ്പേ ഇത് പൊളിയും. തൽക്കാലം ഈ വസ്തുവിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശ്രീകുട്ടൻ വരണം. ഇത്രയും നേരം എന്ത് മാമി ഒന്നും മിണ്ടാത്തത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ശ്രീകുട്ടൻ വരട്ടെ. ശ്രീകുട്ടൻ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് എഴുതി തന്നാ മതി കേട്ടാ. മക്കളെ, അമ്മ എവിടെ? അമ്മ അകത്തുണ്ടല്ലോ. മക്കള് അപ്പൂപ്പൻ അമ്മമ്മക്ക് ഡാൻസ് കളിച്ച് കാണിച്ചോട് കേട്ടാ. പണ്ട് ഇവിടെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നാണ്, ഇവര് കുത്തിയിരുന്ന് കാണും നേരെ വിളിക്കുന്നവരെ. വേറെ പണിയൊന്നും കളിച്ച് കാണിച്ചോട്, എന്നിട്ട് കളിക്കും. ഇവിടെ നിൽക്കണ നേരെ നോക്കി കൊതിയൂറിക്കോട്ട് നില്ല്. എവിടെ തരാന്ന് പറഞ്ഞ 80 സെന്റ് എവിടെ? ചാലിന്റെ കരയിലുള്ള എവിടെ ഉണ്ടാ? കാണൂല. അവൻ കഷത്തിടിക്കൊണ്ട് പോയിട്ടുണ്ട്. മനസ്സാമത്തോണ്ട് ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂലേ? അവിടെ നിങ്ങോട്ട് പോരാ ഉത്സാഹം കാണിച്ചപ്പോഴും എനിക്ക് തോന്നിയതാ ഇവിടെ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാനുള്ള പുറപ്പാടിലായിരിക്കും. മുതലെടുക്കാനാ? അതൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ ആര് മുതലെടുത്ത്? ആര് മുതലെടുത്ത്? നീലടി ഇവിടുത്തെ കൃഷിയുടെ ആദായമൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണം. എനിക്കെന്താന്ന് ഇവിടെ നിങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല ഇവിടുന്ന്? പങ്ക് പറ്റിയ എവിടെ? ഒന്നും. വല്ല ഇലക്ട്രോണിക് സാധനം വാങ്ങിക്കാൻ തരുത്ത നക്കാ പിച്ചെടുത്ത് അങ്ങ് നീട്ടും. അതിനാണ് ഞാൻ പങ്ക് പറ്റണത്. എടി നിന്റെ അമ്മയ്ക്ക് ഇത്ര ആർത്തി എന്തിട്ട് ചാവും കൊണ്ടുപോകരുത്. നിങ്ങൾ ചാവുമ്പോൾ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ നെയ്യാറ്റിക്കര ഉള്ളത് കൊണ്ടുപോയാൽ മതി. ഇവിടത്തെ എൻ്റെ അമ്മ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. പലരും പറഞ്ഞ് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ഈ പറഞ്ഞ അച്ഛനെങ്ങാനും കേട്ടു എന്ന് അറിയാല എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? അങ്ങനെ പിടിച്ച് വിഴുകിക്കളയും. നിന്റെ അമ്മ ഒറ്റയിറച്ചിയാണ് എന്നെ മൂപ്പിക്കണത്. എന്റെ ടെമ്പർ തെറ്റിയുണ്ടല്ലോ. എനിക്കറിയാം. അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അവിടെ ചെന്ന് പറ. അല്ലെ വേണ്ട, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറയാം. എന്തിന് ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞപ്പോൾ നീ പറഞ്ഞു അവിടെ കൊളുത്തി കൊടുക്കും. നീ എന്തിന് അങ്ങനെ എൻ്റെ അടുത്തുള്ള ദേഷ്യം ഇരട്ടിക്കാനാ? അത് എവിടെ പണു നീ? ഒരു കാര്യം ഞാൻ പറയാം. ചെന്ന് വല്ലതും പറഞ്ഞു ഇന്ന് ഞാൻ ഈ വീട്ടിൽ നടന്നു, പിന്നെ അലമുണ്ടാക്കിയിട്ട് ഇറങ്ങി. നീ ഇത് പറഞ്ഞോട്, അറിഞ്ഞോട് നിനക്ക് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പോ തമ്പിള്ള എനിക്കൊരു പ്രശ്നമല്ല. അച്ഛൻ ഒറ്റ എവിടെ പോണു? അച്ഛനെ കാണാൻ. അച്ഛനെ കാണാൻ. കൊച്ചനെ കാണാൻ പോണ്ട. എന്തിന് പോണെന്തിന്? എനിക്ക് എന്റെ അച്ഛനെ കണ്ടൂടെ? എന്റെ അച്ഛനാണ് പേടിയാ. ഇവിടെ ഇരിക്കും എന്റെ അച്ഛൻ. ഇന്റെ അച്ഛൻ ആര്? ഏതച്ഛ വിളി?
അച്ഛൻ റോഡിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയി. അതുകൊണ്ടാണ് വിളിക്കണത്. സാരില്ല, അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ. വന്നാ നീ പറഞ്ഞു കൊടുക്കും. ആവശ്യമില്ല കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ സ്വഭാവം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ സ്വഭാവം എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങേണ്ടിയും വരും. ആ കളവി അവിടെ ഇരിക്കുന്നു, ഫ്രണ്ട് ഇരിക്കുന്നു. നിങ്ങൾ അവിടെ ഏറ്റുങ്കരയിൽ ഈ മാ വന്ന് മുറിയും പടപടാ കത്തും. അടുത്തങ്ങനെ മുറിക്കട്ടെ വരും. അവിടെ ഒന്നുമില്ല മരങ്ങളൊന്നും മുറിക്കാൻ. ഇവിടെ വരുമ്പോൾ മാത്രമല്ലല്ലോ മുറിയുന്നു. അല്ല ഇവിടെ തന്നെ വേണം. ആടാ പറയാ. എടാ ഇല്ല, ഞാൻ എൻ്റെ ഫോണൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നിന്റെ കോള് കണ്ടു, അതാ തിരിച്ചു വിളിച്ചേ. ഇല്ലടാ, ഇവിടെ അപ്പൂപ്പൻ്റെ വീട്ടിൽ വന്നപ്പോഴേ മൈൻഡൊക്കെ മൊത്തത്തിൽ മാറി. ഇവിടെ ഒറ്റയ്ക്ക് തൊടിയിലിരിക്കും എന്ത് രസമാണെന്നറിയോ? കൊളക്കരയിലൊക്കെ ഭയങ്കര ഫീലാണ്. മിക്കാറും ഞാൻ നമ്മുടെ മാഗസീന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതും. ആ കവിതയോ കഥയോ വല്ലതൊക്കെ. ഹലോ, ആ ഞാൻ ലക്ഷ്മിയുടെ ചേട്ടനാ വിഷ്ണു. ഇവളിപ്പോ പറഞ്ഞൊക്കെ പച്ച നുണയാണ്. ഇവള് ഇത്ര നേരം വീട്ടിനകത്തിരുന്ന് പോയിട്ടേ ഇല്ല, ഫുൾ ടൈം ചാറ്റിങ്. ആ ഇവള് കള്ളം മാത്രമേ പറയത്തുള്ളൂ, ഒന്നും വിശ്വസിക്കരുത് കേട്ടാ. ആ എന്നാ പിടിച്ചോ. ഹലോ എടാ, ചുമ്മാ പറഞ്ഞാണ്. എടാ ഫോൺ വെച്ചിട്ട് പോയടാ. നീ മേലെ വിളിക്കാൻ നിന്നിട്ടല്ലോ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ ഫോൺ മേടിച്ച് നീ സംസാരിക്കാൻ നിക്കണ്ട, കേട്ടല്ലോ? എന്തേടി പോടി ഇപ്പൊ വല്ല പാടത്തെ പോയി ഇറങ്ങിക്ക്, വല്ല കാറ്റും കിട്ടത്. ഇങ്ങനെ പുളു അടിച്ച് നടക്കുന്ന ആണുമില്ലല്ലോ. പടി ഇനി നീ ഫോൺ വിളിച്ചോണ്ട് വാട്ടാ, ഞാൻ ശരിയാക്കി തരാം നിന്നെ. എടി നീ പ്രകൃതി രമണീയമായ സ്ഥലം കാണുമ്പോ കവിതയൊക്കെ എഴുതാൻ നീ ആര്? മാധവിക്കുട്ടിയാ? അവളുടെ പോടി. ആരും എണീറ്റ് പോ. അയ്യോ ആരെടുത്ത് ചാടല്, വെള്ളത്തിൽ ചാടല്, നിറയെ പാല് കൊണ്ട് ചടക്കി വീഴും. ആദ്യം ഞാൻ ചാടും. സൂചിച്ചറാണേ. അച്ഛാ, വെള്ളത്തിന് തണുപ്പുണ്ടോ? അയ്യോ ഒട്ടും തണുപ്പില്ല. നീ വാടാ, നിന്നെ മുടിയൊക്കെ വെള്ളത്തിൽ വാഴ ഇറങ്ങി വാഴ കുട്ടം പോലെ മോളെ. എങ്ങനെ മുണ്ടുപോയി. നേരം വെള്ളത്തിൽ കിടക്കാണ്ട് പരി പിടിക്കേ. Yeah.